ഇവിടെ ലോകത്ത് വരാൻ പോണ സംഭവ വികാസങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ. മഹാനാവുന്ന ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ വമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹു. വമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വയഅരിഫു മാ ഹുവ അസ്ലുഹു. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാനാവുന്ന ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞു, സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്. ഈ മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ അവരെ പദവികൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതാണിപ്പോൾ നമ്മൾ കുത്തുബീങ്ങൾ, ഔസീങ്ങൾ എന്നൊക്കെ പറയുന്ന പല പദവികളും അവരെ കൂട്ടത്തിലുണ്ട്. ആ പദവികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലർ കുത്തുബുൽ അഖ്താബായിരിക്കും, ചിലർ കുത്തുബുൽ സമാനായിരിക്കും, ചിലർ കുത്തുബുൽ ഖറിയായിരിക്കും. അങ്ങനെ പല നിലക്കുള്ള പദവികൾ അവരിൽ. അതാണ് ഇമാം സുബ്കി തങ്ങൾ സൂചിപ്പിച്ചത്. സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്. അവരെ പദവികൾക്ക് വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അവരെ കൂട്ടത്തിൽ ചില ആളുകൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു ചായ നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ ആ ചായ കുടിക്കാൻ പറ്റാത്ത ചായയാണെന്ന് ചിലർക്ക് മനസ്സിലാവും. പക്ഷേ ഇത് കുടിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. കാരണം ആ ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവില്ല. ചായമൽ രേഖപ്പെടുത്തപ്പെട്ടതായ ഒരു രേഖ ഉണ്ടാവും, ഈ ചായ കുടിക്കാൻ പറ്റൂല, ഇത് ഹറാമായ ചായയാണ്. പക്ഷെ അത് ഹറാമാവാനുള്ള കാരണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് വായിക്കേണ്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ അവർ എത്തിയിട്ടുണ്ടാവില്ല. അതാണ് വമിൻഹും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹു. അത് ഹറാമാവാനുള്ള കാരണം എന്താണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളില്ല. ചിലർ അങ്ങനെ ആവില്ല. ചിലർ അതിനേക്കാൾ ഉയർന്ന ദർജയിലായിരിക്കും. ചായ കൊണ്ടേ കൊടുത്താൽ ഈ ചായ ഹറാമാണെന്ന് അവർക്ക് മനസ്സിലാവും. ഈ ചായനെ സംബന്ധിച്ചുള്ള വിവരം ആ ചായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ. ആ രേഖ നോക്കി അവർ മനസ്സിലാക്കി പറയും, ഈ ചായ ഇത് കുടിക്കാൻ പറ്റണ ചായ അല്ല. മാത്രമല്ല അത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നും. നോക്കാതെ ചിലപ്പോൾ ചിലരെടുത്ത് കുടിച്ചത് വരും, അതുകൊണ്ടുള്ള ഉപദ്രവം ചിലർക്ക് ഉണ്ടായില്ല എന്ന് വരും. മനസ്സിലായോ? അത് വേറെ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനതിലേക്ക് കിടക്കില്ല. അപ്പം അങ്ങനെ സംശയിക്കണ്ടാലും അതിനെപ്പറ്റി അതിലേക്ക് നോക്കി അതിൻ്റെ വിവരം നോക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാം. അപ്പം ഇത് കുടിക്കാൻ പറ്റിയ ചായയാണ് അല്ല. ഇത് കുടിക്കാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ. അപ്പം ഇവിടെ അവരുടെ ഹയാത്ത് കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനാവുന്ന നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്ബാർ ചെയ്തു. അത് ഈ ലോകത്തിൻ്റെ തുവിയത്തിനിൽ അർദു കുല്ലുഹ അല്ലെങ്കിൽ സുവിയത്തിനിൽ അർദു കുല്ലുഹ. അപ്പം ലോകത്തിൻ്റെ നമ്മൾ പറഞ്ഞത് എല്ലാം ഒരു കുടക്കീൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇതൊക്കെ. രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാം ഒരു കുടക്കീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭൗതിക സംവിധാനം അനുസരിച്ച് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു റസൂൽ തുവിയത്തിനിൽ അർദു കുല്ലുഹ സുവിയത്തിനിൽ അർദു കുല്ലുഹ എന്നൊക്കെ പറഞ്ഞു. ഇന്നി അറാക്കും മിൻ വറാഇ ദഹ്രി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ലോകത്തുള്ള എല്ലാ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച്, ഇവിടെ ഉണ്ടാവുന്ന സർവ്വ തത്തപുറാത്തുകളെ സംബന്ധിച്ച്, പല പരിഷ്കരണങ്ങളെ സംബന്ധിച്ച്, പല വ്യതിചാനങ്ങളെ സംബന്ധിച്ച്, ഇവിടെ സംഭവിക്കുന്നതായ പല സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹിൽ അതിൻ്റെ രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പികളൊക്കെ ഓരോന്നിനോടും ബന്ധപ്പെട്ടുകൊണ്ടും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഭൂമിയിൽ ഇവിടെ എന്ത് നടക്കും? ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, മഹാനാവുന്ന സിയം വലിയുല്ലാഹി തങ്ങൾ ഒരിക്കൽ അവിടെ ഇന്ന് എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്ത് അവർ വന്നു. അപ്പം അവർ പറഞ്ഞു, ഇവിടുന്ന് ആളുകൾ ഹജ്ജിന് പോവും, ഉംറയ്ക്ക് പോവും, പല യാത്രക്കാർ പല സ്ഥലത്തേക്ക് പോകും എന്നൊക്കെ അവിടുന്ന് പറഞ്ഞു.
അതൊരു മുത്തവാത്തിറായ ഒരു റിവായത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കേട്ട ഒരുപാട് ആളുകൾ ആ വിഷയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ വന്നപ്പോൾ ആ ഭൂമിനെ പറ്റി മൂപ്പര് മനസ്സിലാക്കി. ഈ ഭൂമി പിന്നീട് ഇവിടെ എയർപോർട്ടായി മാറും. ഇവിടുന്ന് ജനങ്ങൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകും. ഇവിടെ ജനങ്ങൾ പല സ്ഥലത്തേക്കും യാത്ര പോകും എന്നൊക്കെ മൂപ്പര് അവിടുന്ന് പറഞ്ഞു എന്നതുപോലെ മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമായ ഖദ്ദസഹു അവർ ഇവിടെ വന്ന് ഇവിടുത്തെ വരാൻ പോണ അവസ്ഥകളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായിരിക്കും ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് അപ്പവാണിമ ഉറൂസ് പോലത്തെ ഉറൂസ് ഇവിടെയും നടത്തപ്പെടണം എന്ന് പറഞ്ഞാൽ അത് നടക്കപ്പെടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം.